അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്കപ്പഴം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വളകാപ്പിൻ്റെ തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ അതെടുത്ത് ഫ്രീസറിൽ അപ്പം തന്നെ വെച്ചു. പിന്നെ അതിൻ്റെ കാര്യമേ മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ചക്ക ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ അതെല്ലാം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കേട്ടോ. ഇനിയും വെച്ചിരുന്നാൽ ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ശർക്കര പാനിയാക്കിയിട്ട് ഈ അടിച്ചു വെച്ച ചക്ക അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. കുറച്ച് വെളുത്ത എള്ളു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെയ്തു വന്നപ്പോൾ രാത്രിയായി. എന്തായാലും കുഞ്ഞിന് ഇത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും എടുത്ത് ആറിക്കഴിഞ്ഞിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചു. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണയുടെ ഇലയും വാഴയിലയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണയുടെ ഇല കൊണ്ടുവന്നപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് തേങ്ങ തിരുമ്മിയതും പിന്നെ ഈ ചക്ക വരട്ടി വെച്ചതും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ചേർത്താൽ പിന്നെ നമുക്കിങ്ങനെ പരത്താനൊന്നും കിട്ടത്തില്ല. നമുക്കറിയാമല്ലോ, ഒരു പാകത്തിന് വെള്ളം ചേർത്ത് ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിങ്ങനെ ഇലയുടെ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേർവഴിക്ക് ചക്ക തിന്നാത്ത പിള്ളേരെയൊക്കെ നമുക്ക് ഇങ്ങനെയും തീറ്റിക്കാം. എൻ്റെ കുഞ്ഞ് നേരെയൊന്നും ചക്ക കഴിക്കത്തില്ല. ചക്ക കണ്ടാലേ അവൻ ഓടും. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവനെ ചക്കപ്പഴം തീറ്റിക്കുന്നത്. ചക്ക പച്ചയോ പഴുത്തതോ ഒന്നും അവൻ കഴിക്കത്തില്ല. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് നേരെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ആവി കയറ്റി എടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടയും അതുപോലെ തന്നെ കൊഴുക്കട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. ഞാൻ 3-4 എണ്ണം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കഴിച്ചു. അതിൽ കുമ്പളപ്പം ഇലയുടെ ഉണ്ട് കേട്ടോ.